सबको मेरा नमस्कार. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മഹാദേവ് വർമ്മ എഴുതിയിട്ടുള്ള സോനാഹിർണി എന്ന ചാപ്റ്ററിലെ ബാക്കി ഭാഗമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു സോനാഹിർണിയെ എങ്ങനെയാണ് മഹാദേവ് വർമ്മയ്ക്ക് കിട്ടിയത്, ഇല്ലെങ്കിൽ മഹാദേവ് വർമ്മേൻ്റെ വീട്ടിൽ പെറ്റ് അനിമലായിട്ട് വളരുന്ന സോനേൻ്റെ കാര്യകലാപ് അല്ലെങ്കിൽ അവളുടെ ജീവിത രീതി എങ്ങനെയാണെന്നൊക്കെ നോക്കി. അപ്പോൾ മഹാദേവ് വർമ്മ പറയാണ് അതിൽ മനുഷ്യൻ്റെ ഒരുപാട് ദുഷ്ടതരങ്ങൾ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയാണ്, മനുഷ്യന് കണ്ണുകൊണ്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് മാത്രം സംസാരിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതായേനെ എന്നതാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ അതിനുശേഷം ഇവിടെ മഹാദേവ് വർമ്മ കവിഗുരു കാളിദാസ് എഴുതിയിട്ടുള്ള നാടകത്തിലെ ഒരു വരിയൊക്കെ പറയുന്നുണ്ട്. അഭിജ്ഞാന ശാകുന്തളം എന്ന നാടകത്തിൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ആ നാടകത്തിലെ കുറച്ച് വരികളാണ് പറയുന്നത്. അതിൻ്റെ മുന്നേ പറയുന്ന കാര്യങ്ങളൊക്കെ, അതായത് ദുഷ്യന്തൻ്റെ വീട്ടിലേക്ക് പോവാൻ ദുഷ്യന്തൻ്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള പോവാൻ റെഡി ആവുമ്പോൾ അവൾ അവിടെയുള്ള വള്ളിക്കുടിലിൻ്റെ അടുത്തും, അല്ലെങ്കിൽ അവൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ചെടി, മരം, അതുപോലെ അവിടെയുള്ള പക്ഷി മൃഗാദികൾ എല്ലാവരുടെ അടുത്തും യാത്ര പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ അവളുടെ മാൻകുട്ടിയുണ്ട്, ശകുന്തള വളർത്തുന്ന അവളുടെ മാൻകുട്ടീനെ ഒരുപാട് നേരം കെട്ടിപ്പിടിച്ച് അവൾ കരയായിരുന്നു. അപ്പോൾ ഈ മഹാദേവ് വർമ്മ പറയാണ്, ആ കവിത വായിക്കുമ്പോൾ ശകുന്തളയ്ക്ക് ഇത്രത്തോളം ആ മാൻകുട്ടീൻ്റെ അടുത്ത് സ്നേഹമുണ്ട്, ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രത്തോളം മാനിനെ സ്നേഹിക്കാൻ കഴിയുന്നത് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഞാൻ ആ മാനിനെ വളർത്തിയപ്പോഴാണ് എനിക്ക് ശകുന്തളയുടെ ആ ഫീലിങ്സ് മനസ്സിലാവുന്നത് എന്നാണ് മഹാദേവ് വർമ്മ പറയുന്നത്. ശകുന്തളയും കണ്വ മഹർഷിയും കൂടെയുള്ള ആ ഒരു സംസാരമാണ് പിന്നെ വരുന്നത്. शकुंतला के प्रश्न करने पर ही कौन मेरा अंचल खींच रहा है, कण्व कहते हैं कुश के खंडों से जिसका मुँह कुचित जाने पर तो उसे अच्छा करने के लिए हिंगोड का तेल लगती है. അതൊക്കെ കണ്വ മഹർഷിയും ശകുന്തളയും കൂടെ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇനി പറയാൻ പോകുന്നത്, ഞാൻ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നേ ഉള്ളൂ കേട്ടോ. सरस्वती वाणी से ध्वनित प्रतिध्वनित कण्व के आश्रम में ऋषियों, ऋषि पत्नियों, ऋषि कुमार कुमारिकाओं के साथ मूक अज्ञान मृगों की स्थिति भी अनिवार्य है. मंत्रपूत कुटियों के दौर को निहार कर चाहने वाले मृग रूते लेते हैं. विदा लेती हुई शकुंतला का गुरुजनों के उपदेश आशीर्वाद से बोझिल अंचल उसका अपत्यवत पालित मृगजौना ताम लेता है. यस्मत्वया व्रणविरोबाण मिंडबुद्धिना तैल नाशिचित मुखे कुशचूचि विधों श्यामा कमुष्टि परिवर्तांतिक जहाति सो या न पुत्रकृदः पदवी मृगसते. अभिज्ञान शाकुंतलम. शकुंतला के प्रश्न करने पर कि कौन मेरा अंचल खींच रहा है, कण्व कहते हैं कुश के खांडों से जिसका मुँह कुचित जाने पर तो उसे अच्छा करने के लिए हिंगोड का तेल लहाती थी, जिसे तूने मुट्ठी भर सांवों के थानों से पाला है. जो तेरे निकट पुत्रवत है वही तेरा मृग तुझे रोक रहा है. साहित्य ही नहीं ലോകഗീതം की മർമ്മസ്പർശിത മേ ബി മൃഗോं का विशेष योगदान रहता है. അപ്പോൾ മഹാദേവ് വർമ്മ പറയാണ്, സാഹിത്യത്തിൽ മാത്രമല്ല ലോകഗീതകൾ, നാടൻ പാട്ടുകളിലടക്കം നമ്മുടെ ഈ മാൻകുട്ടീൻ്റെ വിശേഷ സ്ഥാനം കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മാൻകുട്ടീൻ്റെ ആ ഒരു സ്ഥാനം എന്താണെന്ന് പറയുന്നുണ്ട്. पशु मनुष्य के निश्चल स्नेह से परिचित रहते हैं. उनकी ऊंची नीची सामाजिक स्थितियों से नहीं, ये सत्य मुझे सोने से अनायास प्राप्त हो गया. അതായത് മൃഗങ്ങൾ മനുഷ്യൻ്റെ ഒരു നിശ്ചൽ സ്ഥിരമായിട്ടുള്ള സ്നേഹത്തെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. അല്ലാതെ ഇല്ലെങ്കിൽ ഒരുപോലെ എന്ന് സ്നേഹിക്കുന്ന മനുഷ്യനെ ഒരുപോലെ മനുഷ്യൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും സ്നേഹിക്കുന്ന മനുഷ്യന്മാരെ പോലെയല്ല, മൃഗങ്ങൾ എപ്പോഴും സ്റ്റേബിളായിട്ടാണ് സ്നേഹിക്കുക എന്നുള്ള കാര്യം മഹാദേവ് വർമ്മയ്ക്ക് സോനയിൽ നിന്നാണ് മനസ്സിലായത്. അനേക വിദ്യാർത്ഥിനിयों की भारी भरकम गुरुजी से सोना को क्या लेना देना था.
वह तो उस दृष्टि को पहचानती थी जिसमें उनके लिए स्नेह झलकता था और उन हाथों को जानती थी जिन्होंने यत्नपूर्वक दूध की बोतल उसके मुख से लगाई थी. എന്താണെന്ന് വെച്ചാൽ അവിടെ വരുന്ന ഒരുപാട് കുട്ടികൾക്ക് സോനേനെ ഭയങ്കര ഇഷ്ടമാണ്. അവൾക്കൊന്നും കൊടുക്കും വാങ്ങേണ്ട ഒന്നുമില്ല. പക്ഷെ പരസ്പരമുള്ള ആ ഒരു സ്നേഹം അവരിൽ കാണാൻ കഴിയുമായിരുന്നു. അവരുടെ ദൃഷ്ടിയിൽ നിന്ന് ഇല്ലെങ്കിൽ അവളുടെ ദൃഷ്ടിയിൽ നിന്ന് അവർക്ക് ആ സ്നേഹം മനസ്സിലാവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഒരുപാട് സ്നേഹം അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവരുടെ സ്നേഹം നിറഞ്ഞ കൈകൾ സോനയ്ക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അവർ ആ പാൽക്കുപ്പിയൊക്കെ ഇവളുടെ മുഖത്ത് അവർ സ്നേഹം കൊണ്ട് നമ്മുടെ സോനയ്ക്ക് പാലൊക്കെ കൊടുക്കാറുണ്ട്. മഹാദേവ് വർമ്മയോ അല്ലെങ്കിൽ മഹാദേവ് വർമ്മേൻ്റെ സെർവൻ്റായിട്ടുള്ള ഭക്തിനോ മാത്രമല്ല സോനേനെ കെയർ ചെയ്യുന്നത്, അവിടെയുള്ള കുട്ടികളും എല്ലാവരും തന്നെ ആ സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ സോനേനെ നോക്കുമായിരുന്നു. यदि सोना को अपने स्नेह की अभिव्यक्ति के लिए मेरे सिर के ऊपर से कूदना अवश्य लोगों लगेगा तो वह कूदेंगी ही. मेरी किसी अन्य परिस्थिति से प्रभावित होना उसके लिए संभव ही नहीं था. അതായത് സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് സോനയ്ക്ക് ഇപ്പോൾ എൻ്റെ തലേൻ്റെ മേത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടണം എന്ന് തോന്നിയാൽ അവൾ വന്ന് ചാടും. അല്ലാതെ എൻ്റെ മറ്റുള്ള ചുറ്റുപാടുകൾ അവൾ നോക്കാറില്ല. അല്ലെങ്കിൽ അതിനു വേണ്ടി അത് അവൾക്കൊരു വിഷയമുള്ള കാര്യമായിരുന്നില്ല. അവൾക്ക് എപ്പോഴാണോ എൻ്റെ അടുത്ത് സ്നേഹം പ്രകടിപ്പിക്കാൻ തോന്നുന്നത് അപ്പോൾ വന്ന് എൻ്റെ തലേൻ്റെ മേത്ത് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടും. അതുപോലെ മഹാദേവ് വർമ്മൻ്റെ വീട്ടിൽ വേറെ ഒരുപാട് പെറ്റ് അനിമൽസ് ഉണ്ട് കേട്ടോ. कुत्ता सोमी और सेवक का अंतर जानता है और सोमी की स्नेह या क्रोध की प्रत्येक मुद्रा से परिचित रहता है. स्नेह से बुलाने पर वह गदगद होकर निकट आ जाता है और क्रोध करते ही സഭീത് और ദയനീയ ബൻകർ തുപക് ജാത്താ ഹെ. അപ്പോൾ ഇവിടെ മഹാദേവ് വർമ്മ ഇത്രയും നേരം പറഞ്ഞത് സോനേൻ്റെ ആ ഒരു പ്രത്യേകതകളാണ്, സോന ഹിർണിയുടെ. എന്നിട്ട് പറയാണ് നമ്മുടെ വീട്ടിൽ പട്ടി ഉണ്ടെങ്കിൽ പട്ടിക്ക്, സോമി എന്ന് വെച്ചാൽ യജമാൻ, ഓക്കെ, പട്ടിക്ക് പട്ടീനെ വളർത്തുന്ന ആ മുതലാളീൻ്റെ അടുത്തുള്ള ആ ഒരു സ്നേഹം നന്നായിട്ടറിയാം. അതുപോലെ സ്നേഹം നന്നായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ആ യജമാനൻ്റെ ഉള്ളിലുള്ള സ്നേഹവും ദേഷ്യവും അവർ പ്രകടിപ്പിക്കുന്ന രീതിയിൽ മുദ്രയിലൂടെ മനസ്സിലാക്കാനുള്ള കഴിവും കൂടെ പട്ടികൾക്കുണ്ട്. അതായത് സ്നേഹത്തോടെ വിളിക്കുകയാണെങ്കിൽ അതിങ്ങനെ വാലാട്ടി കൊണ്ടുവരും, ഗദ്ഗതമായിട്ട് വരും. ഇല്ലെങ്കിൽ നമ്മൾ ചീത്ത പറഞ്ഞിട്ട് പോ പട്ടി അവിടെ നിന്ന് എന്ന് പറയുകയാണെങ്കിൽ അത് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോവും. അപ്പോൾ ദേഷ്യവും സ്നേഹവും മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ നായകൾക്കുണ്ട്. പക്ഷേ ഹിരൺ ഈ അന്തർ നഹി ജാനത. പക്ഷേ ഹിരൺ ഈ സ്നേഹവും ദേഷ്യവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവില്ല. അതാ ഉസ്ക അപ്പനെ പാലനെ വാലി സെ ഡർന കഠിൻ ഹെ. അതായത് വളർത്തുന്നവരെ പേടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹിക്കാൻ മാത്രമേ സോനയ്ക്ക് അറിയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് അവൾ മറ്റുള്ളവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ദേഷ്യപ്പെട്ടിട്ട് ഈ വളർത്തുന്ന ആൾക്കാർ ദേഷ്യപ്പെട്ടാൽ അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി സോനയ്ക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ അവളെ പേടിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. यदि उस पर क्रोध किया जावे तो वह अपनी चकित आंखों में और अधिक विस्मय भरकर पालने वालों की दृष्टि मिलाकर घटा रहेगा. माने पूछता हो क्या उचित है, वह केवल स्नेह पहचानते हैं जिसकी स्वीकृति चाहने के लिए उसकी विशेष चेष्टाएं है. അതായത് അവളെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ ചീത്ത പറയുകയാണെങ്കിൽ അവൾ വല്ലാത്തൊരു ഇവരിപ്പോൾ എന്താ പറയുന്നതെന്നുള്ള ഒരു രീതിയിൽ അന്തം വിട്ട് നമ്മളിങ്ങനെ നോക്കും. അപ്പോൾ ആ നോക്കി നിൽക്കുന്നത് കണ്ടാൽ നമുക്ക് ചീത്ത പറയുന്ന ആൾക്കാർക്ക് ചിരി വരും. അതുകൊണ്ട് തന്നെ അവളെ പേടിപ്പിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവളിങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ടാൽ ഇതിപ്പോൾ എന്തിനാ എന്നെ ചീത്ത പറയുന്നത്, ചീത്ത പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ള രീതിയിലായിരിക്കും അവൾ നോക്കുന്നത്. मेरी बिल्ली गोदुली, कुत्ते हेमंत वसंत, कुत्ती फ्लोरा सब पहले इस नई अतिथि को देखकर रुष्ट हुए, परंतु सोना ने थोड़ी ही दिनों में सबसे സഖ്യ സ്ഥാപിത് കർലിയ. അപ്പോൾ മഹാദേവ് വർമ്മൻ്റെ വീട്ടിൽ വേറെ മൃഗങ്ങളുണ്ട് എന്ന് പറഞ്ഞു, പാൽത്തു ജാൻവേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാണ് മഹാദേവ് വർമ്മൻ്റെ പൂച്ചക്കുട്ടി, ഗോദുലി എന്നാണ് പേര്. പിന്നെ 2 പട്ടിക്കുട്ടികളുണ്ട്, ഹേമന്തും വസന്തും. അതുപോലെ തന്നെ ഒരു 2 നായകളുണ്ട്, ഹേമന്തും വസന്തും. ഒരു പട്ടിക്കുട്ടിയുണ്ട്, ഫ്ലോറ.
അപ്പോൾ സോനേനെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ ഇവർക്കൊക്കെ ആദ്യം അവളുടെ അടുത്തൊരു ദേഷ്യമായിരുന്നു, ഒരു പുതിയ ഗസ്റ്റിനെ കണ്ടിട്ടുള്ള ദേഷ്യം, ഇല്ലെങ്കിൽ ഇവർക്കുള്ള സ്നേഹം ഷെയർ ചെയ്ത് പോവോ എന്നുള്ള ഒരു പേടി, ഇല്ലെങ്കിൽ ആ ഒരു ദേഷ്യം നന്നായിട്ടുണ്ടായിരുന്നു സോനേൻ്റെ അടുത്ത്. പക്ഷേ സോനേൻ്റെ ഫ്രണ്ട്ഷിപ്പ് കൂടാനുള്ള ഒരു നല്ല മനസ്സും ഇല്ലെങ്കിൽ അവളുടെ സ്നേഹവും കാരണം അവരെല്ലാവരും തന്നെ പെട്ടെന്ന് അവളുമായിട്ട് ഫ്രണ്ട്ഷിപ്പിലായി. फिर तो वह घास पर लेट जाती और कुत्ते बिल्ली उस पर उछलते कूदते रहते. ഇത് എങ്ങനത്തെ സ്നേഹം എന്ന് വെച്ചാൽ മാൻകുട്ടി അവിടെ പുല്ലിൽ പോയി കിടന്നാൽ കൂടെ ചാടി കളിക്കാൻ പട്ടിക്കുട്ടികളും ഉണ്ടാവും. അത്രത്തോളം അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഡെവലപ്പായി. कोई इसके कान खींचता पर कोई पैर, और जब वो इस खेल में तन्मय हो जाते तब वह अचानक चौकड़ी भरकर भागती और वो गिरते पड़ते उसके पीछे दौड़ लगते. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ ചിലപ്പോൾ അവളുടെ കാതിൽ കടിക്കുന്നുണ്ടാവും, ചെവിയിൽ കടിക്കുന്നുണ്ടാവും, ഒരാൾ കാലിൽ കടിക്കുന്നുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ചാടി കളിക്കും. പെട്ടെന്ന് തന്നെ അവൾ അവിടെ നിന്ന് ഓടിപ്പോവും. ആ ഓടിപ്പോവുന്നതിൻ്റെ പുറകെ ഈ പട്ടികളും പോവും. അങ്ങനെ അവർ നല്ലോണം കളിക്കുകയായിരുന്നു. വർഷ ഭർ കാ സമയം ഭി ജാനെ പർ സോന ഹരിൻ ഷാവക് സെ ഹരിണി മേ പരിവർത്തിത് ഹോനെ ലഗി. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. സോന ഒരു മാൻകുട്ടിയിൽ നിന്ന് വലിയൊരു മാനായിട്ട് മാറിക്കഴിഞ്ഞു. ശരിക്കൊരു മാനായി, മാൻകുട്ടിയല്ല. उसके शरीर के फीताब रोए ताम्रवर्ण झलक देने लगे. टांके अधिक सुडौल और खुरें के कालेपन में चमक आ गई. ग्रीवा अधिक भंगिमा और लचीली हो गई. पीठ में भराव वाला उतार चढ़ाव और स्निग्धता दिखाई देने लगी. परंतु सबसे अधिक विशेषता तो उसकी आंखों और दृष्टि में मिलती थी. അപ്പം നേരെ ആ കുട്ടി, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആ കുട്ടിയായിട്ടുള്ള മാൻകുട്ടീൻ്റെ ഒരുപാട് പ്രത്യേകതകൾ അല്ലേ. അവളുടെ രോമത്തിനുള്ള പ്രത്യേകതയും അവളുടെ കണ്ണിൻ്റെ പ്രത്യേകതയും. പക്ഷേ മാൻകുട്ടി വളർന്നു കഴിഞ്ഞപ്പോൾ അവളുടെ രോമത്തിൻ്റെ കളറൊക്കെ കുറച്ച് ചേഞ്ചായി. അതൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു കറുത്ത രോമങ്ങളായിട്ട് മാറാൻ തുടങ്ങി. അതുപോലെ ഒരുപാട് വ്യത്യാസങ്ങൾ, ഇടതൂർന്ന രോമങ്ങൾ വരാൻ തുടങ്ങി. ഒരു നല്ല വ്യത്യാസം വന്നു. അതുപോലെ തന്നെ അവളുടെ കണ്ണിൻ്റെ പ്രത്യേകതയാണ് ഏറ്റവും വലുത്. നേരത്തെ പാനീത റാങ്കെ, വെള്ളം നിറഞ്ഞൊരു കണ്ണായിരുന്നു, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ പേടിച്ചിട്ടുള്ളൊരു കണ്ണായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു കറക്റ്റായിട്ടുള്ള നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ദൃഷ്ടിയായി മാറിയിട്ടുണ്ട്. आंखें के चारों ओर खींची काजल कोर में नीले गोलक और दृष्टि ऐसी लगती थी मानो नीलम के बल्बों की उजली विद्युतता स्फुरण हो. അപ്പോൾ ആ കണ്ണിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു നല്ല ഭംഗിയുള്ള കണ്ണാണെന്ന്. ആ കണ്ണിൽ ഇപ്പോൾ കുറച്ചും കൂടെ ഭംഗി കൂട്ടാനായിട്ട് ഒരു നീല ഗോളം കൂടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരു നീല കൃഷ്ണമണിയും കൂടെ. അതെന്താണ്, കണ്ണിൻ്റെ അകത്തൊരു നീല ബൾബ് കത്തിച്ച പോലെയാണ് നമുക്ക് തോന്നുക. संवदा अब उसमें वन तथा सुझादी का स्मृति संस्कार जागने लगा था. അവൾ വലുതാവും തോറും അവളുടെ മനസ്സിൽ അവളുടെ കാടിനെ കുറിച്ചിട്ടും അവളുടെ സ്വന്തം സുജാതി അവളുടെ വർഗത്തെക്കുറിച്ചൊക്കെ കൂടുതൽ ഓർമ്മ വരാൻ തുടങ്ങി. ഇല്ലെങ്കിൽ അവരുടെ കൂടെ കളിക്കണം എന്നല്ല. അതായത് നമ്മൾ പക്ഷീനെ എത്ര സ്വർണ്ണക്കൂട്ടിലിട്ട് വളർത്തിയാലും പക്ഷിക്ക് സ്വതന്ത്രമായിട്ട് പറന്ന് നടക്കാനാണല്ലോ ഇഷ്ടം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സോനാഹിർണിക്ക് എന്തൊക്കെ കൊടുത്ത് വളർത്തിയാലും അവൾക്ക് ഇഷ്ടമാവുന്നത് അവളുടെ കാടും അവളുടെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവൾ വളരും തോറും ആ ഒരു നൊസ്റ്റാൾജി, അല്ലെങ്കിൽ കാട്ടിൽ പോകണം എന്നുള്ള ആ ഒരു ആഗ്രഹവും വളരാൻ തുടങ്ങി. प्रायः सूने मैदान में वह गर्दन ऊंची करके किसी के आकट की प्रतीक्षा में घटी रहती. वासंती हवा बहने पर वह मूक प्रतीक्षा और अधिक मार्म हो उठती. शैशव के साथियों और उनकी उछल कूद से अब उसका पहले जैसा मनोरंजन नहीं होता था. अतः उसकी प्रतीक्षा के क्षणिक अधिक होते जाते थे. അതായത് ഉണങ്ങിയ മൈതാനത്തിലൊക്കെ പോയിട്ട് കഴുത്തിങ്ങനെ പൊക്കിയിട്ട് അവർ ആരുടെയെങ്കിലുമൊക്കെ ആക്കട്ടെന്ന് വെച്ചാൽ ആരുടെയോ കാലൊച്ച പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ചിങ്ങമാസമൊക്കെ വന്ന് ആ സമയത്ത് അവളുടെ ആ ഒരു പ്രതീക്ഷ കുറച്ചും കൂടെ അധികമായി. പിന്നെ ശൈശവത്തിൽ കുട്ടിക്കാലത്ത് ഫ്രണ്ട്സിൻ്റെ ഒപ്പം എങ്ങനെയാണോ കളിച്ചത് ആ ഒരു ഇൻട്രസ്റ്റൊക്കെ അവൾക്ക് ഇപ്പോൾ പോയി. അവളധികം ആരുടെ അടുത്തും കൂട്ടൊന്നും കൂടുന്നില്ല. അവളുടെ ജീവിതത്തിൽ എന്താണ്, പ്രതീക്ഷിച്ചിങ്ങനെ ആരോ വരും, തന്നെ കൂട്ടിയിട്ട് പോകാൻ ആരോ വരും എന്നുള്ള പ്രതീക്ഷയായിരുന്നു അവളുടെ ജീവിതത്തിൽ കൂടുതൽ വന്നത്.
इसी बीच फ्लोरा ने बख्तिन की कुछ अंधेरी कोठरी के एकांत कोनों में 4 बच्चों को जन्म दिया और वह घेल के संकियों को भूलकर अपनी नवीन सृष्टि से संरक्षण में व्यस्त हो गई। 1-2 दिन सोना अपनी सगी को गोजती रही, फिर उसे इतने लघु जीवन से घिरा देखकर उसकी स्वाभाविक दृष्टि गंभीर विस्मय से भर गई. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഫ്ലോറ ആ പട്ടിക്കുട്ടി ഭക്തിൻ്റെ സർവൻറ്റിൻ്റെ ആ ഒരു കുടിലിൻ്റെ ഒരു സൈഡ് ഒരു ഇരുട്ടുള്ള മുറിയിൽ 4 പട്ടിക്കുട്ടികൾക്ക് ജന്മം നൽകി. അപ്പോൾ ഇവൾ ഈ കളിയും ചിരിയൊക്കെ മറന്ന് നമ്മുടെ ഫ്ലോറ അവളുടെ പുതിയ സൃഷ്ടിയിൽ അല്ലെങ്കിൽ ഒരു അമ്മയായി ഫ്ലോറ. അപ്പോൾ അതിൻ്റെ ഒരു സൃഷ്ടിയിൽ കളിയും ചിരിയും മറന്ന് കുട്ടികളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസമൊക്കെ നമ്മുടെ സോനയും അവളുടെ ഫ്രണ്ടിനെ തിരഞ്ഞു. പിന്നെ പെട്ടെന്നാണ് ഇവൾ ഈ കുട്ടികളുടെ കൂടെ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ അവളുടെ ആശ്ചര്യം എന്താണ്, വലിയൊരു വിസ്മയമായിട്ട് മാറി. ऐसा एक दिन देखा फ्लोरा कहीं बाहर घूमने गई है और सोना बख्तिन की कोठरी में निश्चित लौटी है. ഇത് ഒരു ദിവസം നോക്കുമ്പോൾ ഫ്ലോറ എവിടേക്കോ പോയിരിക്കുകയാണ്. നമ്മുടെ ഭക്തിൻ്റെ കോട്ടറിയിൽ നമ്മുടെ സോന കിടക്കുന്നുണ്ട്. पिल्ले आंखें बंद करने के कारण चीची करती हुई सोने के उदर में दूध घोष रहे थे. അപ്പോൾ നമ്മുടെ ഭക്തിൻ്റെ പകരം ഫ്ലോറേൻ്റെ പകരം കിടക്കുന്നത് സോനയാണ്. അപ്പോൾ സോന അവരുടെ പട്ടിക്കുട്ടികളുടെ അമ്മയാണെന്ന് ഓർത്തിട്ട് പാലിന് വേണ്ടിയിട്ട് അവളുടെ വയറിലൊക്കെ പോയി തിരയുന്നുണ്ട് നമ്മുടെ പട്ടിക്കുട്ടികൾ. तब से सोने की नित्य के कार्यक्रम में पिल्लों की बीच लेट जाना भी सम्मिलित हो गया. അങ്ങനെ ആ ദിവസം മുതൽ സോനൻ്റെ ഒരു ഡെയിലി റൊട്ടീൻ്റെ ഭാഗമായി ആ കുട്ടികളുടെ അടുത്ത് പോയി കിടക്കുക എന്നുള്ളത് സോനൻ്റെ റൊട്ടീൻ്റെ ഭാഗമായിട്ട് മാറി. आश्चर्य की बात थी कि फ्लोरा हेमंत वसंत या गोदली को तो अपने बच्चे के पास फटकने भी नहीं देती थी, परंतु सोना के संरक्षण में उन्हें छोड़कर आश्वस्त भाव से इधर उधर घूमने चली जाती थी. ഇത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലോറ ഹേമന്തിനെയോ വസന്തിനെയോ ഗോകുലിനെയോ ഒന്നും കുട്ടികളുടെ അടുത്തേക്ക് അടുപ്പിക്കില്ലായിരുന്നു. പക്ഷേ സോനയാണ് അടുത്തുള്ളതെന്ന് വെച്ചാൽ അവൾ എവിടേക്ക് വേണമെങ്കിലും കറങ്ങിയിട്ട് വരും. സോനേൻ്റെ കയ്യിൽ കുട്ടികളെ കൊടുത്ത് പോവാൻ ഫ്ലോറയ്ക്ക് ഒരു പേടിയും ഉണ്ടായിരുന്നില്ല. സംഭവതः वह सोना की स्नेही और അഹിംസക പ്രവൃത്തി से പരിചിത हो गई थी. കാരണം എന്താണെന്ന് വെച്ചാൽ സോനേൻ്റെ സ്നേഹവും അതുപോലെ തന്നെ അഹിംസാത്മകമായിട്ടുള്ള പ്രകൃതിയും ഒക്കെ എല്ലാവർക്കും പരിചിതമാണ്. ഫ്ലോറയ്ക്ക് കുറച്ചും കൂടെ നന്നായിട്ട് അറിയാം. पिल्ले के बड़े होने पर और उनकी आंखें खुल जाने पर सोना ने उन्हें भी अपने पीछे घूमने वाली सोना में सम्मिलित कर लिया और मानो इस वृत्ति के उपलक्ष्य में आनंदोत्सव मनाने के लिए अधिक देर तक मेरे सिर के आर पार चौकड़ी बढ़ती रही. पर कुछ दिनों के उपरांत अब जब ये आनंदोत्सव पुराना पड़ गया तब उसकी शब्दहीन संज्ञाहीन प्रतीक्षा की शब्द गडियाँ फिर लौट आई. അങ്ങനെ കുട്ടികളുടെ കൂടെ കൂടി കുട്ടികൾ കണ്ണൊക്കെ തുറന്ന് നടക്കാൻ തുടങ്ങിയപ്പോൾ ഫ്ലോറേൻ്റെ കൂടെ തന്നെ സോനയും നടക്കുമായിരുന്നു, അല്ലെങ്കിൽ സോനേൻ്റെ പിറകെ കുട്ടികൾ നടക്കുമായിരുന്നു. വീണ്ടും പഴയ ഒരു ആനന്ദം, സോനൻ്റെ ആ ഒരു കളിയും ചിരിയൊക്കെ തിരിച്ചു വന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ആ ആനന്ദോത്സവം പഴയ രീതിക്ക് പ്രതീക്ഷകളിലേക്ക് മടങ്ങിപ്പോയി. ഇവൾ വീണ്ടും മൗനമായിട്ട് ആരെയോ പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലേക്ക് വീണ്ടും അവൾ തിരിച്ചു പോയി. ഉസി വർഷ ഗർമിയോ മേ മേരാ ബദ്രീനാഥ് യാത്ര കാ കാര്യക്രം ബന. അപ്പോൾ മഹാദേവ് വർമ്മ ഒരു യാത്രാപ്രിയ കൂടിയാണ് കേട്ടോ. അപ്പോൾ അവർ ആ ഒരു സമ്മർ വെക്കേഷൻ അല്ലെങ്കിൽ സമ്മർ സമയത്ത് ബദ്രീനാഥിലേക്കുള്ള യാത്ര പോകണം എന്നുള്ള ഷെഡ്യൂൾ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രായः मैं अपने पालतू जीवों के कारण प्रवास कम करती हूँ. ഈ പാൽത്തു ജാൻവേഴ്സ് ഉള്ളത് കൊണ്ടാണ് മഹാദേവ് വർമ്മ അവരുടെ ഈ യാത്രകളൊക്കെ കുറേ മാറ്റി വെച്ചത്. പക്ഷെ ഇപ്പോൾ ഒരു പറ്റിയ സമയമാണെന്ന് വിചാരിച്ചിട്ട് അവർ പോവാൻ റെഡിയാണ്. ഉനിക്ക് ദേഖ് के लिए सेवक रहने पर भी मैं उन्हें छोड़कर आश्वस्त नहीं हो पाती. മഹാദേവ് വർമ്മൻ്റെ വീട്ടിൽ ഈ പാൽത്തു ജാൻവേഴ്സിനെ നോക്കാൻ ഒരുപാട് സർവൻസ് ഉണ്ടെങ്കിലും കൂടെ മഹാദേവ് വർമ്മയ്ക്ക് അവരെ വിട്ടു പോവാന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സർവൻസിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവാന്നുള്ളത്. बख्तीन अनुरूप आदि तो साथ जाने वाले थे ही. पालतू जीवों में से मैंने फ्लोरा को साथ ले जाने का निश्चय किया क्योंकि वह मेरे बिना रह नहीं सकती थी.
അപ്പോൾ ഇവരുടെ കൂടെ ഭക്തിനും അനുരൂപം പോകുന്നുണ്ട്. അതുപോലെ തന്നെ പാൽത്തു ജാനവേഴ്സിലെ ഫ്ലോറേനെയും കൂട്ടി പോകുന്നുണ്ട്. കാരണം ഫ്ലോറയ്ക്ക് മഹാദേവ് വർമ്മ ഇല്ലാതെ പറ്റില്ല, ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഫ്ലോറേനെയും യാത്രയ്ക്ക് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. छात्रावास बंद था, अतः सोना के नित्य नैमित्तिक कार्यकलाप भी बंद हो गई थे. मेरी उपस्थिति का भी अभाव था, अतः उसके आनंदोत्सव के लिए भी अवकाश कम था. ഹോസ്റ്റൽ അടച്ചിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ സോനൻ്റെ നിത്യ കാര്യകലാപം ഉണ്ടല്ലോ, അവൾ ചെയ്യുന്ന ആനന്ദകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവസാനിച്ചു. എൻ്റെ ഉപസ്ഥിതിയിൽ ഞാൻ ആബ്സെൻ്റ് ആയി കഴിഞ്ഞാൽ അവളുടെ എന്താണ് കുറച്ചും കൂടെ ആനന്ദം ഇല്ലാതാവും. हेमंत वसंत मेरी यात्रा और तजनित अनुपस्थिति से परिचित हो चुके थे. ഹേമന്തും വസന്തൊക്കെ ഈ മഹാദേവ് വർമ്മൻ്റെ യാത്രേനെ കുറിച്ചിട്ട് കുറച്ച് പരിചയമുള്ള ആൾക്കാരാണ്. हॉस्टल बिछाकर उनमें बिस्तर रखते ही वो दौड़कर उस पर लेट जाते और बौखने तथा क्रंदन की दुनिया में सम्मिलित स्वर में मुझे मानो भालंब देने लगते. यदि उन्हें बांध न रखा जाते तो वो कार में घुस कर बैठ जाते या उसके पीछे पीछे दौड़कर स्टेशन तक जा पहुंचते. परंतु जब मैं चली जाती तब वो उदास भाव से मेरे लौटने की प्रतीक्षा करने लगते. അപ്പോൾ ഇവർ യാത്ര പോകാൻ പുറപ്പെട്ടു എന്നുള്ള സൂചന കിട്ടിയാൽ തന്നെ പട്ടികൾ വന്ന് സ്നേഹം പ്രകടിപ്പിക്കാനൊക്കെ തുടങ്ങും. അതുപോലെ തന്നെ ഇവർ യാത്ര പോകുമ്പോൾ കാറിൻ്റെ പുറകെ ഓടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടാക്കും. പിന്നെ തിരിച്ചു വന്നിട്ട് മഹാദേവ് വർമ്മ തിരിച്ചു വരുന്നത് നോക്കിക്കൊണ്ട് പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. सोना की सहज चेतना में मेरी यात्रा जैसी स्थिति का बोध था. नव प्रत्यावर्तन का इसी से उसकी निराश जिज्ञासा और विस्मय का अनुमान मेरे लिए सहज था. സോന ഓൾറെഡി ഒരു ഭയങ്കര അവളുടെ ആനന്ദമൊക്കെ പോയി വല്ലാത്ത പ്രതീക്ഷയിലിരിക്കുകയാണ്. അവളുടെ ആ ഒരു പ്രതീക്ഷയിൽ ഈ മഹാദേവ് വർമ്മേൻ്റെ യാത്ര പോവാണെന്ന് പറഞ്ഞിട്ട് അവൾക്ക് വിഷമം വരാനൊന്നുമില്ല. അവൾ ഓൾറെഡി വിഷമിച്ചിരിക്കുകയാണ്. അതുപോലെ മഹാദേവ് വർമ്മ പോകുമെന്നുള്ള ബോധം അവൾക്കുണ്ടായിരുന്നു. പക്ഷെ അവളെ സംബന്ധിച്ചിടത്തോളം അതൊരു പുതിയ കാര്യമായിരുന്നു. കാരണം അവൾ വന്നിട്ട് മഹാദേവ് വർമ്മ ആദ്യമായിട്ടാണ് യാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്കൊരു നിരാശയും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ക്യൂരിയോസിറ്റിയും ഒരു വിസ്മയവും ഒക്കെ അവൾക്ക് ഉണ്ട്. അതൊക്കെ അവളുടെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളുമാണ്. पैदल जाने आने के निश्चय के कारण बद्रीनाथ की यात्रा में ग्रीष्मावकाश समाप्त हो गया. 2 जुलाई को लौटकर जब मैं बंगले के द्वार पर आ खड़ी हुई है तब जुड़े हुए फालतू जीवों में कोलाहल होने लगे. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് ജൂലൈ 2-ാം തീയതി ഇവർ തിരിച്ചു വന്ന് വീടിൻ്റെ മുറ്റത്തെത്തിയപ്പോഴത്തേനും അവിടുത്തെ പാൽത്തു ജാൻവേഴ്സൊക്കെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. ഗോദുലി കൂത്ത് കർ ഖന്തി പർ ആ ബൈട്ടി. വേഗം ഗോദുലി ചാടി മടിയിൽ തോളിൽ വന്നിരുന്നു. हेमंत वसंत मेरे चारों ओर परिक्रमा करके हर्ष की ध्वनियों में मेरा स्वागत करने लगी. ഹേമന്തും വസന്തും മഹാദേവ് വർമ്മേൻ്റെ നാലുപാടും ഓടിയിട്ട് അവരുടെ സന്തോഷത്തിൻ്റെ ആ ഒരു ശബ്ദം അല്ലെങ്കിൽ സന്തോഷത്തോട് കൂടിയിട്ട് അവരെ സ്വാഗതം ചെയ്യാൻ തുടങ്ങി. पर मेरी दृष्टि सोना को गूंजने लगी. പക്ഷെ ഞാൻ തിരഞ്ഞത് സോനേനെ ആയിരുന്നു. क्योंकि वह अपना उल्लास व्यक्त करने के लिए मेरे सिर के ऊपर से छलांग नहीं लगाती. കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവൾ ഇത്ര നേരം എൻ്റെ തലേൻ്റെ മേലത്ത് കൂടെ ചാടിയില്ലല്ലോ, അവൾ എവിടെ പോയി എന്ന് ഞാൻ നോക്കുകയായിരുന്നു. सोना कहाँ है पूछने पर माली आंगें पूछने लगा और ചാപ്രാസി ചൗക്കിദാർ एक दूसरे का मुख देखने लगे. അപ്പോൾ സോന എവിടെ പോയി എന്ന് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ തോട്ടക്കാരൻ കണ്ണ് തുടയ്ക്കാൻ തുടങ്ങി. പോഞ്ചിനോ എന്ന് വെച്ചാൽ കണ്ണ് തുടയ്ക്കാൻ തുടങ്ങി. അവിടുത്തെ ജോലിക്കാരനും സെക്യൂരിറ്റിയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. वो लोग आने के साथ ही मुझे कोई दुखद समाचार नहीं देना चाहते थे, परंतु मालिक की ഭാവുകത ने बिना बोले कि उसे दे डाला. അതായത് അവരെല്ലാവരും തന്നെ ഞാൻ വന്ന് കയറിയ പാടെ എനിക്കൊരു ദുഃഖ വാർത്ത തരണം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ തോട്ടക്കാരൻ്റെ ആ ഒരു ഭാവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി. ഗ്യാദ് ഹുവാ കി
हुआ कि छात्रावास के सन्नाटे और फ्लोरा के तथा मेरे अभाव के कारण सोना इतनी अस्थिर हो गई थी कि इधर उधर कुछ गोचती सी वह प्रायः कॉम्पाउंड से बाहर निकल जाती थी। इतनी बड़ी हिरनी को पालने वाले तो कम थे, परंतु उससे खाद्य और शोध प्राप्त करने के इच्छुक व्यक्तियों का बाहुल्य था। इसी आशंका से माली ने उसे मैदान में एक लंबी रस्सी से बांधना आरंभ कर दिया था। एक दिन न जाने किस स्तब्धता की स्थिति में बंधन की सीमा भूलकर बहुत ऊंचाई तक उछली और रस्सी के कारण मुझ के बल धरती पर आ गिरी। वह उसकी अंतिम सांस और अंतिम उछाल थी। അപ്പോൾ ഛാത്രാവാസം അടച്ചിരിക്കുകയായിരുന്നു. അവിടെ ഫുള്ള് സൈലൻസ് ആയിരുന്നു. ഫ്ലോറയാണെങ്കിൽ അവളുടെ കൂടെ ഇല്ല. അതുകൊണ്ട് തന്നെ സോനയ്ക്ക് ഭയങ്കരമായിട്ട് ഒരു നിരാശ വന്നു. അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരൊക്കെയോ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. പിന്നെ അതിന് ശേഷം അവൾ കോമ്പൗണ്ടിൻ്റെ പുറത്ത് പോകാനും തുടങ്ങി. അപ്പോൾ അവൾ ഇപ്പോൾ ചെറിയ മാൻകുട്ടിയല്ല, വലിയൊരു മാനാണ്. അത്രയും വലിയൊരു മാനിനെ വളർത്തുന്ന ആൾക്കാർ കുറവാണ്. പക്ഷേ മാനിനെ തിന്നുന്ന ആൾക്കാർ, കഴിക്കുന്ന, അല്ലെങ്കിൽ മാനിറച്ചി നല്ല ടേസ്റ്റുള്ള ഇറച്ചിയാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. അപ്പോൾ ആ മാനിനെ കിട്ടിയാൽ ആരും വെറുതെ വിടില്ല. അതിനെ കഴിച്ച് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡൗട്ടിൽ ആരെങ്കിലും പിടിച്ചിട്ട് പോയാലോ എന്നുള്ള ആശങ്കയിൽ നമ്മുടെ തോട്ടക്കാരൻ അവളെ ഒരു വലിയ കയറിൽ മൈതാനത്തിൽ കെട്ടിയിടാൻ തുടങ്ങി. ഒരു ദിവസം അവൾ എന്തോ ആലോചിച്ച് നിന്നിട്ടാണോ എന്നറിയില്ല, കിസി स्तब्धता की स्थिति में बंधन की सीमा भूलकर बहुत ऊंचाई तक उछली और रस्सी के कारण मुख के बल धरती पर आ गिरी। वही उसकी अंतिम सांस और अंतिम उछाल थी. പക്ഷെ ഒരു ദിവസത്തിൽ എന്തോ ആലോചിച്ചിട്ട് അവൾ നല്ല ഉയരത്തിൽ ചാടി. കയറ് കെട്ടിയിട്ടുണ്ട് എന്നുള്ള ഓർമ്മയില്ലാതെ അവൾ നല്ലോണം ഉയരത്തിൽ ചാടി. ആ ചാടിയ ബലത്തിൽ മുഖവും കുത്തിയിട്ട് താഴെ വീണു, മൂക്കും കുത്തിയിട്ട് താഴെ വീണു. ആ താഴെ വീണപ്പോഴത്തേനും അവൾ അത് അവളുടെ അന്തിമ ശ്വാസമായിരുന്നു. മുഖം മണ്ണിലിടിച്ച് വീണു. സ്വാഭാവികമായിട്ട് അവൾക്ക് ശ്വാസം കിട്ടിയില്ല. അവളങ്ങനെ മരിച്ചുപോയി. അത് അവളുടെ അന്തിമ ശ്വാസമായിരുന്നു. അതുപോലെ തന്നെ അന്തിം ഉജാൽത്തി, അവളുടെ ലാസ്റ്റിൽ ഭയങ്കര ചാട്ടമായിരുന്നു. सब उस सुनहले रेशम की गठरी के शरीर को गंगा में प्रवाहित कर आई और इस प्रकार किसी निर्जन वन में जन्मी और जनसंकुलता में पाली सोना की करुण कथा का अंत हुआ. അങ്ങനെ അവളുടെ ആ ഒരു സ്വർണ്ണ നിറത്തിലുള്ള രോമം, അല്ലെങ്കിൽ ആ ഒരു ശരീരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഗംഗാ നദിയിൽ കൊണ്ട് ഒഴുക്കി. പക്ഷേ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നിർജ്ജന വനത്തിൽ ജനിച്ച് ജനങ്ങളുടെ കൂടെ ജീവിച്ച, അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ വളർന്ന സോനൻ്റെ കരുണ കഥ അവസാനിക്കുന്നത് എങ്ങനെയാണ്. सब सुनकर मैंने निश्चय किया था कि हिरन नहीं पालूंगी, पर संयोग से फिर हिरन ही पालना पड़ रहा है. പക്ഷേ ഇത്രയും കേട്ടപ്പോൾ, അല്ലെങ്കിൽ ഇത്രയും ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴാണ് ഞാൻ ഇനി ഒരിക്കലും മാൻകുട്ടീനെ വളർത്തില്ല എന്ന് തീരുമാനിച്ചത്. പക്ഷേ ഒരു ലെറ്റർ വന്നപ്പോൾ ആ മാൻകുട്ടീനെ ഒഴിവാക്കണമെന്ന് എനിക്ക് തോന്നിയില്ല. ഞാൻ വീണ്ടും ഇനി ഒരു മാൻകുട്ടീനെയും കൂടെ വളർത്താൻ പോവുകയാണ് എന്നാണ് മഹാദേവ് വർമ്മ പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സോന ഹിർനി എന്ന ഒരു രേഖാചിത്രം. മഹാദേവ് വർമ്മേൻ്റെ ഫേമസ് ആയിട്ടുള്ള രേഖാചിത്രം മേരാ പരിവാർ എന്ന് പറയുന്ന രേഖാചിത്ര സങ്കലനത്തിൽ വീട്ടിലെ ജോലിക്കാരും വീട്ടിലെ മൃഗങ്ങളെക്കുറിച്ചൊക്കെയാണ് മഹാദേവ് വർമ്മജി എഴുതിയിട്ടുള്ളത്. അതിൽ ഒരു നല്ല രേഖാചിത്രം തന്നെയാണ് സോന ഹിർനി. താങ്ക് യു.